വേരി ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്നതാണ് ഡൈനാമിക് ഫോഴ്സ്. അപ്പൊ സ്ട്രക്ചറുകളിൽ നോർമലി സ്റ്റാറ്റിക് ഫോഴ്സും വരും ഡൈനാമിക് ഫോഴ്സും വരും. അപ്പൊ എങ്ങനെയാണ് ഡൈനാമിക് ഫോഴ്സ് വരുമ്പം അനലൈസ് ചെയ്യുന്നത്? ആ കാര്യങ്ങൾക്ക് കുറച്ച് ബേസ് ആയിട്ട് നമുക്ക് അറിയേണ്ട ഡെഫിനിഷൻസ്, ബേസിക് ഡെഫിനിഷൻസ് ആണ് ഇന്നലെ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് വരെ എത്തി. എന്തായിരുന്നു ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞത്? ഡൈനാമിക് ഫോഴ്സിനെ നമുക്ക് വേവ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു വേവ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ആ ഒരു വേവിന്റെ ഹൈറ്റിനെയാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാം. അപ്പൊ ആ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡീഫോർമേഷൻ ഓഫ് എ വൈബ്രേറ്റിംഗ് സിസ്റ്റം. അപ്പൊ ആ വേവില് നമ്മൾ കാണിക്കുന്ന വേവ് ഡിസ്പ്ലേസ്മെന്റിന്റെ വേവ് ആണെങ്കിൽ മാക്സിമം ഒരു വേവിന്റെ ഹൈറ്റ്, അപ്പൊ മാക്സിമം ഡീഫോർമേഷൻ ആയിരിക്കും ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടേം ആണ് ഡാമ്പിംഗ്. ഡാമ്പിംഗ് എന്ന് പറഞ്ഞാല് ഡാംപ് ചെയ്യുക അല്ലെങ്കിൽ കുറച്ചു കൊടുക്കുക അല്ലെ. അപ്പൊ എന്തിനെയാണ് കുറയ്ക്കുന്നത്? നമുക്കൊരു വേവ് ഉണ്ട്, ഒരു എർത്ത് ക്വേക്ക് വരികയാണ് അല്ലെങ്കിൽ ഒരു ഡൈനാമിക് ഫോഴ്സ് അപ്ലൈ ആണെങ്കിൽ സിസ്റ്റം വൈബ്രേറ്റ് ചെയ്യും ഇല്ല. വൈബ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു വേവ് ഫോമിലായിരിക്കും അല്ലെങ്കിൽ ഒരു എനർജി സിസ്റ്റം ആയിരിക്കും. ആ ഒരു എനർജിയെ ഡാംപ് ചെയ്യുക അല്ലെങ്കിൽ കുറച്ചു കൊടുക്കുക. അപ്പൊ ടൈം പാസ് ചെയ്യും തോറും ആ എനർജിയെ റെഡ്യൂസ് ചെയ്ത് നമുക്ക് ഡാംപ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഡാമ്പിംഗ് എന്ന് പറയാം. Damping is the resistance to the motion of a vibrating body. ഒരു ബോഡി വൈബ്രേറ്റ് ചെയ്യുമ്പം അതിന്റെ മോഷനെ റെസിസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ ഫിനോമിനൻ ഇൻ വിച്ച് vibration energy of a system is gradually reduced or the amplitude of vibration is slowly decreased. മനസ്സിലായില്ലേ? ഒരു സിസ്റ്റത്തിന്റെ വൈബ്രേഷൻ എനർജിയെ കുറച്ചു കൊണ്ടുവരിക അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് കുറച്ചു കൊണ്ടുവരിക. ഇവിടെ നോക്കുക, ഈ ഒരു വേവ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാം, ആദ്യത്തെ വേവിന്റെ ഹൈറ്റ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് അല്ല രണ്ടാമത്തേത്. ഓരോ വേവ് പാസ് ചെയ്ത് പോകുന്തോറും ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്ത് വരാണ് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരാണ്, അഥവാ വൈബ്രേഷൻ എനർജിയെ നമ്മൾ ഗ്രാജുവലി ഡിക്രീസ് ചെയ്ത് കൊണ്ടുവരാണ്. ആ ഒരു പ്രോസസ്സാണ് ഡാമ്പിംഗ് എന്ന് പറയുന്നത്. അപ്പം നോർമലി ഇപ്പം ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗിൽ ഒരു സെക്കൻഡ്, അങ്ങനെ ഇപ്പൊ ഒരു വേവ് ആണെങ്കിൽ ഈ ഒരു വേവിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് അഥവാ എനർജി, ആ എനർജി വൈബ്രേഷൻ എനർജി കുറച്ചുകൊണ്ടിരുന്ന സിസ്റ്റമാണ് ഡാമ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ബിൽഡിംഗ്, ടോൾ ബിൽഡിംഗ് ഒരു എർത്ത് ക്വേക്ക് പ്രോൺ ഏരിയാസിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നതെങ്കിൽ യൂഷ്വലി നമ്മൾ ആ ഒരു ബിൽഡിങ്ങിന്റെ താഴെ ഡാമ്പിംഗ് അല്ലെങ്കിൽ ഡാമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യും. അതെന്തിനു വേണ്ടിയിട്ടാണ്? ആ എർത്ത് ക്വേക്ക് ഒക്കെ വരുമ്പോൾ അതിന് ആ ഒരു എനർജി ഡാംപ് ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് താഴെ നമ്മൾ ഡാമ്പിംഗ് ഒക്കെ കൊടുക്കും. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് ഡാമ്പിംഗ്. ദെൻ പിന്നെ പഠിക്കാനുള്ളത് റെസൊണൻസ്. എന്താണ് റെസൊണൻസ്? ഓൾറെഡി നിങ്ങൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ? റെസൊണൻസ് എന്ന് പറയുന്നത് എല്ലാ ഒബ്ജക്റ്റിനും, ഇപ്പൊ നമുക്ക് ഇപ്പൊ അവിടെയുള്ള എല്ലാ സ്ട്രക്ചേഴ്സിനും അല്ലെങ്കിൽ ഏതൊരു ഒബ്ജക്റ്റിനാണെങ്കിലും അതിനൊരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടെന്ന് പറഞ്ഞു ഇല്ലേ? അതായത് അതിനൊരു സ്വാഭാവികമായിട്ട് അല്ല അതിന് ഇൻബിൽട്ട് ആയിട്ട് ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്. എക്സ്റ്റേണലി നമുക്കിപ്പോ ഒരു ഡൈനാമിക് ഫോഴ്സ് വരാണ് അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ വരാണെങ്കിൽ അതിന് ഒരു ഫ്രീക്വൻസി ഉണ്ടാവും ഇല്ലേ? എക്സ്റ്റേണൽ ഒരു എർത്ത് ക്വേക്ക് വരാണ് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു എക്സ്റ്റേണൽ ഡൈനാമിക് ഫോഴ്സ് വരുമ്പോൾ അതിന് ഒരു ഫ്രീക്വൻസി ഉണ്ടാവും. അപ്പോൾ ഒരു ബോഡിയുടെ നാച്ചുറൽ ഫ്രീക്വൻസിയും അതിനകത്ത് ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഡൈനാമിക് ഫോഴ്സിന്റെ ഫ്രീക്വൻസിയും സൂപ്പർ ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് ഓവർലാപ്പ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും? റെസൊണൻസ് ഉണ്ടാവും. റെസൊണൻസ് when the frequency of external force is equal to any one of the natural frequencies of vibrating system. ഒരു സിസ്റ്റം വൈബ്രേറ്റ് ചെയ്യുന്ന നാച്ചുറൽ ഫ്രീക്വൻസിയിൽ ഏതെങ്കിലും ആ ഒരു നാച്ചുറൽ ഫ്രീക്വൻസി എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ഫ്രീക്വൻസി ആയിട്ട് മാച്ച് ചെയ്യുകയാണെങ്കിൽ, അതിന് ഈക്വൽ ആവുകയാണെങ്കിൽ ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ ബിക്കംസ് എക്സസീവ്ലി ലാർജ്. നാച്ചുറൽ ഫ്രീക്വൻസിയും എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ഫ്രീക്വൻസിയും തമ്മിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യണം അല്ലെങ്കിൽ അത് ഈക്വൽ ആവുകയാണെങ്കിൽ അത് സൂപ്പർ ഇമ്പോസ് ചെയ്യും. ആ സമയത്ത് ആ ഒരു കമ്പൈൻഡ് ആയിട്ട് വരുന്ന എഫക്റ്റിൽ അതിന്റെ വൈബ്രേഷൻ എന്ന് പറയുന്നത് എക്സസീവ്ലി ലാർജ് ആവും, ആംപ്ലിറ്റ്യൂഡ് വളരെയധികം ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഒരു
ആ ഒരു ഫിനോമിന പറയുന്നതാണ് റെസൊണൻസ് എന്ന് പറയുന്നത്. നോർമലി നമ്മളിപ്പം ഒരു ബോഡിയുടെ നാച്ചുറൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനായിട്ട് റെസൊണൻസ് കോളം ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇല്ലേ, +2-ലൊക്കെ. അതെങ്ങനെയാണ്? റെസൊണൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്റ്റേണലി ഒരു വൈബ്രേഷൻ കൊടുക്കും, അതും ആ ഒരു ബോഡിയുടെ നാച്ചുറൽ ഫ്രീക്വൻസിയും കൂടെ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് വരും ഇല്ല, അതാണ് റെസൊണൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് റെസൊണൻസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ബേസിക് ഡെഫിനിഷൻസിൽ വരുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളത്? എന്താണ് ബേസിക്, എന്താണ് ഡൈനാമിക് ഫോഴ്സ്, അതിന്റെ സ്റ്റാറ്റിക് ഫോഴ്സ്, നമ്മൾ എന്താണ് ഡിഫറൻസ് എന്ന് പഠിച്ചു. പിന്നെ ഡൈനാമിക് ഫോഴ്സിൽ വരുന്ന ടേംസിൽ ഫസ്റ്റ് മാസ്. മാസ് എന്ന് പറയുന്നത് എത്രത്തോളം ഒരു ബോഡിക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ. ബേസിക്കലി മാസ് ഓഫ് ഒബ്ജക്ട് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഡിവൈഡഡ് ബൈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ദെൻ സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഫോഴ്സ് ഡിവൈഡഡ് ബൈ യൂണിറ്റ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഡിഫോർമേഷൻ ഓർ ഫോഴ്സ് ഡ്യൂ ടു യൂണിറ്റ് ഡിഫോർമേഷൻ ആണ് എന്ത് സ്റ്റിഫ്നെസ് എന്ന് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു ഡാമ്പിങ് അല്ലെങ്കിൽ ഒരു ഡൈനാമിക് ഫോഴ്സ് വരുമ്പോൾ നമ്മൾ മോഡൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ യൂഷ്വലി ഒരു സ്ട്രക്ചറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് നിങ്ങൾ പഠിക്കും മാസ് സ്പ്രിംഗ് മോഡൽ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ മാസ് ഉണ്ടാകും, അതിൽ സ്പ്രിംഗും ഉണ്ടാകും. അപ്പൊ സ്പ്രിംഗ് എന്ന് പറയുന്ന സിസ്റ്റം എന്താണ്? സ്പ്രിംഗ് ഒരു വൈബ്രേഷൻ വന്നാൽ സ്പ്രിംഗ് എങ്ങനെ, സ്പ്രിങ്ങിന്റെ ആക്ഷൻ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അതിൽ സ്പ്രിങ്ങിന് വരുന്നതാണ് എന്ത്? സ്റ്റിഫ്നെസ് കൊടുക്കുക. മനസ്സിലായില്ലേ? സ്പ്രിങ്ങിന് എപ്പോഴും സ്റ്റിഫ്നെസ് ഉണ്ടാകും. അത് ആ ഒരു സ്ട്രക്ചറിന്റെ സ്റ്റിഫ്നെസ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പ്രിംഗ് എന്ന് പറഞ്ഞ മോഡൽ കൊടുക്കുന്നത്. ഓക്കെ, ദെൻ നാച്ചുറൽ പീരീഡ്. നാച്ചുറൽ പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് സൈക്കിൾ, ഒരു സൈക്കിള് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട ടൈമിനെയാണ് നാച്ചുറൽ പീരീഡ് എന്ന് പറയുക. സെക്കൻഡ്സിലാണ് എക്സ്പ്രസ് ചെയ്യുക. അടുത്തത് നാച്ചുറൽ ഫ്രീക്വൻസി. നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈക്കിൾസ് പെർ യൂണിറ്റ് ടൈം, ഒരു സെക്കൻഡിൽ എത്ര ടൈം എന്നുള്ളത്. അപ്പൊ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇൻവേഴ്സ് ഓഫ് നാച്ചുറൽ പീരീഡ്, എഫ് ഈക്വൽ ടു 1/t. ടി എന്ന് പറയുന്നത് നാച്ചുറൽ പീരീഡ്. ഈ ഫ്രീക്വൻസി നമുക്ക് റേഡിയൻസ് പെർ സെക്കൻഡിലും പറയാം, ഹെർട്സിലും പറയാം. അപ്പൊ റേഡിയൻസ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ എന്ത് വരും? 2π ഡിവൈഡഡ് ബൈ ടി. ഓക്കെ, പെർ സെക്കൻഡില്, അതായത് ഫ്രീക്വൻസി നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് ആണ്. അപ്പൊ അതിനെ ഇൻവേഴ്സ് ഓഫ് നാച്ചുറൽ പീരീഡ് എന്ന് പറയാം, 1/t. അതുപോലെ റേഡിയൻസ് പെർ സെക്കൻഡിൽ പറയുമ്പോൾ, അതായത് ആംഗുലാർ ഫ്രീക്വൻസി, ആംഗുലാർ ഫ്രീക്വൻസി എന്താണ്? ഒമേഗ എന്ന് പറയും. അത് നിങ്ങൾ പഠിക്കും. ഇനി ഞാൻ ആ ടേംസ് നിങ്ങളൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറയാണ്. നാച്ചുറൽ ഫ്രീക്വൻസി എഫ് എന്ന് പറയാം, അതുപോലെ ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ എന്ന് പറയാം. എഫ് എന്ന് പറയുന്ന ഫ്രീക്വൻസി ഇൻവേഴ്സ് ഓഫ് നാച്ചുറൽ പീരീഡ് അഥവാ 1/t ആണ്. ഒമേഗ എന്ന് പറയുന്ന ആംഗുലാർ ഫ്രീക്വൻസി സെയിം തന്നെ കൺസെപ്റ്റ്, ആംഗുലാർ ആകുമ്പോൾ 1/tക്ക് പകരം 2π/t വരും. ഓക്കെ, റേഡിയൻസ് പെർ സെക്കൻഡ്, ഒരു റേഡിയൻ എന്ന് പറഞ്ഞാൽ എത്ര? 180 ഡിഗ്രി. 2π ഡിവൈഡഡ് ബൈ ടി. ടി എന്ന് പറയുന്നത് നാച്ചുറൽ പീരീഡ്. ഒമേഗ ഈക്വൽ ടു 2π/t. ആ ഒരു ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. നമുക്ക് പ്രോബ്ലം, ചെറിയ കുഞ്ഞു പ്രോബ്ലങ്ങൾ അതിൽ ആവശ്യം വരും. മനസ്സിലായോ പറഞ്ഞത്? പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാകും. ദെൻ എന്താണ് ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. പറഞ്ഞാൽ എങ്ങനെയാണ് വേവ് എനർജി അല്ലെങ്കിൽ ഈ ഒരു വൈബ്രേഷനെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരിക. ഓക്കെ, ആ ഒരു ആംപ്ലിറ്റ്യൂഡിനെ ഡിക്രീസ് ചെയ്ത് കൊണ്ടുവരുന്ന ആ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ഫിനോമിനെ പറയുന്നതാണ് ഡാമ്പിംഗ് എന്ന് പറയുന്നത്. അടുത്തത് റെസൊണൻസ്. ഒരു ബോഡിയുടെ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ഫ്രീക്വൻസി ആയിട്ട് മാച്ച് ചെയ്യുകയാണെങ്കിൽ, ഈക്വൽ ആവുകയാണെങ്കിൽ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു എനർജി എക്സസീവ്ലി ലാർജ് ആവും. ആ ഫിനോമിനാണ് റെസൊണൻസ് എന്ന് പറയുക. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് വേരിയസ് ടൈപ്പ് ഓഫ് വൈബ്രേഷൻസ്. അതായത് വൈബ്രേഷൻസ് തന്നെ പലതരത്തിലുണ്ട്. ഒരു സ്ട്രക്ചറിന്റെ ഡൈനാമിക് ലോഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പലതരത്തിൽ അതിൽ വൈബ്രേഷൻ വരാം. ബേസിക്കലി പലതരത്തിലുള്ളതുണ്ട്. ജസ്റ്റ് പറഞ്ഞു പോവാം. ഫ്രീ ആൻഡ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഫ്രീ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാതെ ഒരു സിസ്റ്റം വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അതിൽ അപ്ലൈ ചെയ്യുന്നില്ലാതെ ആ ഒരു ബോഡി അതിന് സ്വന്തമായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വൈബ്രേഷനെയാണ് ഫ്രീ വൈബ്രേഷൻ എന്ന് പറയാം. അതുപോലെ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് ഒരു സിസ്റ്റത്തിൽ വൈബ്രേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഫോഴ്സ്ഡ് വൈബ്രേഷൻ. അപ്പോൾ ഫസ്റ്റ് വൺ ഫ്രീ ആൻഡ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ദെൻ ലീനിയർ ആൻഡ് നോൺ ലീനിയർ വൈബ്രേഷൻ. അതായത് ഇപ്പം ഒരു വൈബ്രേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, അതിനകത്ത്
നമ്മൾ കൊടുക്കുന്ന വൈബ്രേഷൻ അല്ലെങ്കിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിലുണ്ടാവുന്ന വൈബ്രേഷൻ എന്ന് പറയുന്നത് ലീനിയർ ആണെങ്കിൽ, അതായത് ഞാൻ പറഞ്ഞ ഒരു ഡൈനാമിക് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു മോഡലിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക സ്പ്രിംഗ് ഉണ്ടാകും, മാസ് ഉണ്ടാകും, അതുപോലെ ഡാമ്പർ ഉണ്ടാവും. ഡാമ്പർ എന്ന് പറഞ്ഞാൽ ആ വൈബ്രേഷനെ കുറച്ച് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ വേവ് എനർജി ഡിക്രീസ് ചെയ്ത് പോകാനായിട്ട് കൊടുക്കുന്നതാണ് ഡാമ്പർ. ഓക്കെ, അപ്പോ ഈ ഒരു സിസ്റ്റം എല്ലാം ലീനിയർ മാനറിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ ലീനിയർ വൈബ്രേഷൻസ് എന്ന് പറയും. അല്ലെങ്കിൽ നോൺ ലീനിയർ മാനറിലാണെങ്കിൽ എന്താണ് നോൺ ലീനിയർ വൈബ്രേഷൻസ് എന്ന് പറയും. ഓക്കെ, ദെൻ ഡാംപ്ഡ് ആൻഡ് അൺഡാംപ്ഡ് വൈബ്രേഷൻ. ഡാംപ്ഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചു നേരം കഴിയുമ്പോൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് അതിൽ വൈബ്രേറ്റ് ചെയ്ത് കുറച്ചു നേരം കഴിയുമ്പോൾ ആ ഒരു വൈബ്രേഷൻ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് ഡാംപ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ ഡാംപ്ഡ് വൈബ്രേഷൻ. അൺഡാംപ്ഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ അത് ആ ഒരു സ്റ്റേജിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഒരു എനർജിക്ക് ഒരു ഡിക്രീസ് ഉണ്ടാവുന്നില്ല, അതേ സ്റ്റേജിൽ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അൺഡാംപ്ഡ് വൈബ്രേഷൻ. ദെൻ ഡിറ്റർമിനിസ്റ്റിക് ആൻഡ് നോൺ ഡിറ്റർമിനിസ്റ്റിക് വൈബ്രേഷൻ. ഓൾറെഡി ഞാൻ പറഞ്ഞു എന്താണ് ഡിറ്റർമിനിസ്റ്റിക് എന്ന് വെച്ചാൽ നമുക്ക് ടൈം അവൈലബിൾ ആണെങ്കിൽ, അതല്ലെങ്കിൽ ടൈം എത്ര ടൈമിൽ ആ വൈബ്രേഷൻ ഉണ്ടെന്നുള്ളത് നമുക്ക് നോൺ ഫാക്ടർ ആണെങ്കിൽ ഡിറ്റർമിനിസ്റ്റിക് വൈബ്രേഷൻ. അതല്ല നോൺ ഡിറ്റർമിനിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ടൈമിനെ പറ്റി നമുക്കൊരു ഐഡിയ ഇല്ല, എങ്ങനെയാണ് ടൈം വരിക എന്നുള്ളത്. അപ്പൊ നമുക്കൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ച് മാത്രമേ നടത്താൻ പറ്റുള്ളൂ, ഒരു അപ്രോക്സിമേറ്റ് അനാലിസിസ് മാത്രമേ നോൺ ഡിറ്റർമിനിസ്റ്റിക് വൈബ്രേഷന്റെ കേസിൽ കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പൊ ഡിറ്റർമിനിസ്റ്റിക് അല്ലെങ്കിൽ ഡിറ്റർമിനിസ്റ്റിക് ആൻഡ് നോൺ ഡിറ്റർമിനിസ്റ്റിക് അഥവാ റാൻഡം വൈബ്രേഷൻ. ദെൻ ലോഞ്ചിറ്റ്യൂഡിനൽ, ട്രാൻസ്വേഴ്സ് ആൻഡ് ടോർഷണൽ വൈബ്രേഷൻ. എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ, എന്താണ് ട്രാൻസ്വേഴ്സ്, എന്താണ് ടോർഷണൽ വൈബ്രേഷൻ? സപ്പോസ് ഒരു സിസ്റ്റം ഒരു മാസ് വൈബ്രേറ്റ് ചെയ്യാണ്. ആ വൈബ്രേറ്റ് ചെയ്യുന്ന മാസ് ഞാൻ അതിനൊരു ഷാഫ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഒരു ഷാഫ്റ്റ്, ആ ഒരു ഷാഫ്റ്റില് ഒരു മിനിറ്റ്, ഇതാണ് ഫിഗർ. ഇതാണ് ഇവിടെ ഫിക്സ്ഡ് എൻഡ് ആണ്, ഇതാണ് നമ്മുടെ ഷാഫ്റ്റ്. ഓക്കെ, ഇതിന്റെ ഇനീഷ്യൽ പൊസിഷൻ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഈ ഒരു ഷാഫ്റ്റ് ആദ്യം ഇതിന് ലോഡ് വരുമ്പോൾ അല്ലെങ്കിൽ ഡൈനാമിക് ലോഡ് വരുമ്പോൾ വൈബ്രേറ്റ് ചെയ്യുന്നത് ഇതിന്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിന് അബൌട്ട് ആയിട്ടാണ്. അതായത് ഇത് അപ്പ് ആൻഡ് ഡൗൺ വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ ഈ കാണിക്കുന്ന ഈ ഒരു ഡയറക്ഷനിൽ വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ, അതായത് ഇതിന്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിന് അബൌട്ട് ആയിട്ടാണ് ഇത് വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഷാഫ്റ്റിന്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ് എന്ന് പറയുന്നത് വൈ ഡയറക്ഷൻ. ഓക്കെ, അപ്പൊ ഇത് അപ്പ് ആൻഡ് ഡൗൺ വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ. അപ്പൊ ഏതൊരു സിസ്റ്റോ ആ സിസ്റ്റത്തിൽ ഡൈനാമിക് ഫോഴ്സ് വന്നിട്ട് അത് വൈബ്രേറ്റ് ചെയ്യുന്നത് അതിന്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിന് അലോങ് ആയിട്ടാണെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ. ഇനി അതിന്റെ ട്രാൻസ്വേഴ്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് റൈറ്റ് ആംഗിൾഡ് ആയിട്ട് വൈബ്രേറ്റ് ചെയ്യണമെങ്കിൽ, ഓക്കെ, ഇവിടെ ഈ ഒരു ഷാഫ്റ്റ് എങ്ങനെ വൈബ്രേറ്റ് ചെയ്യണം, ഈ ഒരു സൈഡിലേക്ക് ഇല്ലേ, ഇങ്ങനെ എക്സ് ആക്സിസിലായിട്ട് വൈബ്രേറ്റ് ചെയ്യണമെങ്കിൽ ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ. ഇതെല്ലാം എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, വരുന്ന വൈബ്രേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓൾസോ ടൈപ്പ് ഓഫ് സപ്പോർട്ടിനെയും അനുസരിച്ചിരിക്കും. ഇനി എന്താണ് ടോർഷണൽ വൈബ്രേഷൻ? ഇതിന് ടോർഷൻ ചെയ്യാന്ന് വെച്ചാൽ ഇതിന് ആക്സിസിന് ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിന് റൈറ്റ് ആംഗിൾഡ് ആയിട്ട് തന്നെ, അതല്ലെങ്കിൽ എന്താണ് ക്രോസ് സെക്ഷനിൽ, അതായത് ഓരോ ക്രോസ് സെക്ഷനിൽ ഉണ്ടാവുന്ന ആംഗിൾ ഡിഫറെന്റ് ആയിരിക്കും. മനസ്സിലായില്ലേ? ട്വിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയല്ലേ ടോർഷൻ പറയാം. ടോർഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു ലെങ്തില് എന്ത് പറ്റും, ഇവിടെ ഫിക്സ്ഡ് ആണ്, ഈ ഒരു ഓരോ സെക്ഷനും ഓരോ ക്രോസ് സെക്ഷനിലും ഷിയർ ഉണ്ടാവാണ്. എങ്ങനെ? ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിന് റൈറ്റ് ആംഗിൾഡ് ആയിട്ട്, അതാണ് ടോർഷൻ എന്ന് പറയാം. അപ്പൊ ടോർഷൻ ഈ ഒരു ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ടോർഷണൽ ഡയറക്ഷനിൽ അല്ലെങ്കിൽ ആ ഒരു ഷാഫ്റ്റിനെ ട്വിസ്റ്റ് ചെയ്യുന്ന തരത്തിൽ ആണ് വൈബ്രേഷൻ എങ്കിൽ എന്ത് പറയും? ടോർഷണൽ വൈബ്രേഷൻ. അപ്പൊ ഈ ഒരു 3 തരത്തിലും നമുക്ക് എന്തുണ്ടാവാം, വൈബ്രേഷൻ ഉണ്ടാകാം. ഓക്കെ, ഇതാണ് longitudinal vibration, transverse vibration, and torsional vibration. If the mass of the vibratory system moves up and down parallel to the axis of the shaft, the vibrations created are known as longitudinal vibration. Up and down move ചെയ്യാണ്, അതായത് axis of shaft ന് parallel ആയിട്ട്. Then it is called longitudinal vibration. When the particles of the body or shaft moves perpendicular to the axis of the shaft, ഷാഫ്റ്റിന്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ, അങ്ങനെയുള്ള വൈബ്രേഷൻ ആണ് ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ. അതുപോലെ if the shaft gets alternatively twisted and untwisted, ട്വിസ്റ്റ് ചെയ്യുക അൺട്വിസ്റ്റ് ചെയ്യുക ഓൺ അക്കൗണ്ട് ഓഫ് വൈബ്രേറ്ററി മോഷൻ, അങ്ങനെയുള്ള കേസിൽ എന്താണ് ടോർഷണൽ വൈബ്രേഷൻ എന്ന് പറയും. ഇത്രയാണ് ബേസിക് ടൈപ്സ് ഓഫ് വൈബ്രേഷൻ. ആദ്യത്തെ എന്തായിരുന്നു? ഫ്രീ ആൻഡ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഫ്രീ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ
വേറെ ലോഡ് എക്സ്റ്റേണൽ ലോഡ് ഒന്നും ഇല്ലാതെ സ്വന്തമായിട്ട് ഒരു സിസ്റ്റം വൈബ്രേറ്റ് ചെയ്യണമെങ്കിൽ ഫോഴ്സ്ഡ് വൈബ്രേഷനിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടാവും. ദെൻ ലീനിയർ ആൻഡ് നോൺ ലീനിയർ എന്ന് വെച്ചാൽ ആ ഒരു സിസ്റ്റത്തിന്റെ റെസ്പോൺസ് ലീനിയർലി ആണെങ്കിൽ മാസ് സ്പ്രിങ് ഡാമ്പിംഗ് ഇതെല്ലാം ലീനിയർലി റെസ്പോൺസ് ഉണ്ടെങ്കിൽ ലീനിയർ വൈബ്രേഷൻ. നോൺ ലീനിയർ എന്ന് പറഞ്ഞാൽ പല ഡയറക്ഷനിൽ. ഓക്കെ. ദെൻ ഡാംഡ് ആൻഡ് അൺഡാംഡ് വൈബ്രേഷൻ. ഡാമ്പിംഗ് ഉണ്ടെങ്കിൽ ഡാംഡ് ഇല്ലാതെ ആ ഒരു വേവ് അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അൺഡാംഡ് വൈബ്രേഷൻ. ഡിറ്റർമിനിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ടൈം നോൺ ഫാക്ടർ ആണ്. നോൺ ഡിറ്റർമിനിസ്റ്റിക് അഥവാ റാൻഡം വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ടൈം നമുക്ക് അൺഅവെയർ ആണ്. ദെൻ ലോഞ്ചിറ്റ്യൂഡിനൽ, ട്രാൻസ്വേഴ്സ് ആൻഡ് ടോർഷണൽ വൈബ്രേഷൻ. ഓക്കെ. ഇത്രയും നമ്മൾ ടൈപ്പ് ഓഫ് വൈബ്രേഷൻസ് പറഞ്ഞു. ദെൻ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വാട്ട് ഈസ് റെസ്പോൺസ്. അതായത് പ്ലേ ആണെങ്കിൽ ആ ഒരു ഡൈനാമിക് ലോഡ് കാരണം ആ സിസ്റ്റം എന്തൊക്കെ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യും, അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് ആയിട്ട് ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകും, വെലോസിറ്റി ഉണ്ടാകും, ആക്സിലറേഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ സ്ട്രെസ്സുകൾ ഉണ്ടാവും, സ്ട്രെയിൻ ഉണ്ടാവും, റിയാക്ഷൻ ഉണ്ടാവും, ഇല്ലേ? സിമിലർലി അപ്പൊ ഇങ്ങനെ ഉണ്ടാവുന്ന റിയാക്ഷൻ അല്ലെങ്കിൽ നമ്മളൊരു ഒരു ഒരു സിസ്റ്റത്തിലേക്ക് ഫോഴ്സ് കൊടുത്താൽ ആ സിസ്റ്റം എങ്ങനെ റെസ്പോണ്ട് ചെയ്യും, അതിലുണ്ടാവുന്ന പ്രൊഡക്റ്റ് മനസ്സിലായില്ലേ? ഇഫക്റ്റ് പ്രൊഡ്യൂസ്ഡ്, അതാണ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ബേസിക്കലി റെസ്പോൺസ് ഇസ് ദ ഇഫക്ട്സ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു ഡൈനാമിക് ലോഡ്. എന്തൊക്കെയാണ് ആ ഇഫക്ട്സ് എന്ന് പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ് ആകാം, വെലോസിറ്റി ആകാം, ആക്സിലറേഷൻ ആകാം. അതുപോലെ സ്ട്രെസ് പറയുകയാണെങ്കിൽ സ്ട്രെസ് ഉണ്ട്, സ്ട്രെയിൻ ഉണ്ട്, റിയാക്ഷൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? ദെൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം പറഞ്ഞു. ഇപ്പം നമ്മുടെ ഡൈനാമിക് ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ ഓരോ പോയിന്റിലും ഒരു സിസ്റ്റം എടുത്താൽ അല്ലെങ്കിൽ സ്ട്രക്ചർ എടുത്താൽ അതിൽ ഓരോ പോയിന്റിലും ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാകും, അല്ലെ? പല ആംഗിളിലും പല തരത്തിലുള്ള, അതായത് 360 ഡിഗ്രി ഒരു ഇൻഫിനിറ്റ് ഡയറക്ഷൻസ് ഉണ്ടാകും. ഒരു പോയിന്റ് എടുത്താൽ ആ ഇൻഫിനിറ്റ് ഡയറക്ഷൻസിലും ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാകും. ഓക്കെ. അപ്പൊ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് നമുക്ക് ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഒരു ജോമെട്രി, ഒരു മാസിൽ ഒരു പോയിന്റ് എടുത്താൽ അതിന്റെ ഒരു പൊസിഷനോ അല്ലെങ്കിൽ അതിന്റെ ജോമെട്രിയോ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ ആ പോയിന്റിനെയാണ് നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയാം. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് കോർഡിനേറ്റ്സ് നെസസറി ടു സ്പെസിഫൈ ദ പൊസിഷൻ ഓർ ജോമെട്രി ഓഫ് മാസ് പോയിന്റ് അറ്റ് എനി ഇൻസ്റ്റന്റ് ഡ്യൂറിങ് ഇറ്റ്സ് വൈബ്രേഷൻ. ഒരു സിസ്റ്റം വൈബ്രേറ്റ് ചെയ്യണം, ആ ഒരു വൈബ്രേഷൻ നടക്കുമ്പം നമുക്ക് അതിന്റെ ആ ഒരു സിസ്റ്റത്തിലെ വൈബ്രേഷന്റെ എഫക്റ്റ് കാണിക്കാൻ ഏതെങ്കിലും ഒരു പൊസിഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ജോമെട്രി വരണം. അതിനു വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുന്ന കോർഡിനേറ്റ്സ്, നേരത്തെയും അങ്ങനെ തന്നെയല്ലേ, നമ്മൾ അൺനോൺ അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം അൺനോൺ ആയിട്ട് എടുത്തിട്ട് അതിനു വേണ്ടി ഫോഴ്സിന്റെ മെട്രിക്സ് ഫോം ചെയ്യും, അല്ലെ? ഫോഴ്സ് ഇക്വേഷൻസ് ഫോം ചെയ്യും. അതിനെ സോൾവ് ചെയ്ത് എന്താണ് എത്രയാണ് ആ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് കിട്ടും. ബട്ട് ഡൈനാമിക് ലോഡ് വരുന്ന സമയത്ത് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആയിരിക്കും, ഇല്ലേ? കുറെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാകും. അപ്പൊ ഒരു സ്ട്രക്ചറിൽ അത്രയും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരുന്ന സമയത്ത് നമുക്ക് അതിനെ സോൾവ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ടഫാണ്, അല്ലേ? കുറെ ടൈം കൺസ്യൂമിങ് ആണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇൻഡിപെൻഡന്റ് ക്വാണ്ടിറ്റീസ്, അതായത് ആ ഒരു സിസ്റ്റത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാക്കാൻ, ആ ഒരു പ്രോസസ്സ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയാ, ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനെ സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റം, മൾട്ടിപ്പിൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം സിസ്റ്റം, കണ്ടിന്യൂസ് സിസ്റ്റം, ഇങ്ങനെ മൂന്നായിട്ട് പറയും. അതായത് ഒരു വൈബ്രേറ്ററി സിസ്റ്റത്തിൽ എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട് എന്നത് ബേസ് ചെയ്തിട്ട് മൂന്ന് തരത്തിൽ പറയുന്നതാണ് സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം, മൾട്ടിപ്പിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം ആൻഡ് കണ്ടിന്യൂസ് സിസ്റ്റം. ഇത് നിങ്ങൾ പഠിക്കും. ബാക്കി ഇനി എന്തൊക്കെയാണെന്നുള്ളത് ഇതിന്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം, ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം വരുന്ന ഒരു എക്സാമ്പിൾ ആണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പെൻഡുലത്തിന്റെ മൂവ്മെന്റ്, അല്ലെ? സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. അപ്പൊ ആ ഒരു മോഷനെ നമുക്ക് ഒരു സൈൻ വേവ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം, ഇല്ലേ? സൈൻ വേവ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സെയിം ആംപ്ലിറ്റ്യൂഡ് ഉള്ള വേവുകളായിട്ട്, സൈൻ വേവ് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെ ഒരു ഹാർമോണിക് മോഷനെ നമ്മൾ ഒരു സർക്കുലർ വേവ് ആയിട്ട് അല്ലെങ്കിൽ സർക്കുലർ സൈൻ ആൻഡ് കൊസൈൻ ഫങ്ഷൻസ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇനി പഠിക്കാനുള്ളത് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണ്, അതിന്റെ പെക്യുലിയാരിറ്റീസ്, അഥവാ അതിന് ആ ഒരു മോഷന്റെ ഇക്വേഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്യണം. അപ്പൊ അതിനായിട്ട് ആദ്യം അറിയേണ്ടത് എന്താണ്? സിമ്പിൾ ഹാർമോണിക് മോഷൻ, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് അറിയണം.
അപ്പം സിമ്പിൾ ഹാർമോണിക് മോഷൻ ഞാൻ പറഞ്ഞു ഇപ്പൊ പെൻഡുലത്തിന്റെ മൂവ്മെന്റ് പോലെ. അപ്പൊ അതെന്താണ് ആദ്യമേ പറഞ്ഞിട്ടുള്ളതാണ് പീരിയോഡിക് മോഷൻ ആണ്. അതായത് ഒരു വേവ് അല്ലെങ്കിൽ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് അതേ ടൈം പീരീഡ് തന്നെയാണ് അടുത്ത വേവിനും എടുക്കുന്നത് അല്ലെ? സെയിം വേവിന് എടുക്കുന്ന ടൈം തന്നെ അടുത്ത വേവിനും എടുക്കുകയാണെങ്കിൽ ടൈം പീരീഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ആ മോഷനെ നമ്മൾ എന്ത് പറയും? പീരിയോഡിക് മോഷൻ എന്ന് പറയും. സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇസ് എ പീരിയോഡിക് മോഷൻ. ദെൻ അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് when displaced from a fixed point or mean position, a restoring force acts on the particle tending to bring it to the mean position. ഇപ്പൊ നിങ്ങൾ പെൻഡിൽ ആലോചിക്കുക എങ്ങനെയാണ്? പെൻഡുലത്തിന്റെ ഒരു സൈഡിലേക്ക് അത് ഡിഫ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലെന്താണ് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതാണ്? ജി, അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പൊ ആ ഒരു ഗ്രാവിറ്റി ഫോഴ്സ് കാരണം എന്ത് പറ്റുന്നുണ്ട്? ആ ഒരു പെൻഡുലത്തിനെ അതിന്റെ മീൻ പൊസിഷനിലേക്ക് ബ്രിങ് ബാക്ക് ചെയ്യുന്നുണ്ട്. അതിനെ ഇറ്റ് ഈസ് ടെൻഡിങ് ടു ബ്രിങ് ബാക്ക് ടു ദ പൊസിഷൻ, മീൻ പൊസിഷൻ. അതാണ് എന്ത്? സിമ്പിൾ ഹാർമോണിക് മോഷൻ. സിമ്പിൾ ഹാർമോണിക് മോഷന്റെ എക്സാമ്പിൾ മാത്രമാണ് പെൻഡുലം. ഓക്കെ, അത് ഓർത്താൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇറ്റ് ഈസ് എ പീരിയോഡിക് മോഷൻ ആൻഡ് when it is displaced from a fixed point or mean position, a restoring force acts on the particle tending to bring it to the mean position. Okay, ഇനി ഈ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഡിസ്പ്ലേസ്മെന്റ്. റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റിന് പ്രൊപ്പോർഷണൽ ആണ്. അതെങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ളത് നമ്മൾ ഡെറിവേഷനിൽ പഠിക്കും. അതായത് ഞാൻ പറഞ്ഞു ഒരു ഹാർമോണിക് മോഷനെ നമുക്ക് ഒരു സൈൻ വേവ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ സൈൻ വേവ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ആ ഒരു സൈൻ വേവിന്റെ ഇക്വേഷൻ, അപ്പൊ ഒരു ആംപ്ലിറ്റ്യൂഡ് എ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് സൈൻ ഓഫ് ഡബ്ല്യു എൻ ടി പ്ലസ് ഫൈവ്, ഈ ഇങ്ങനെ ഒരു ഇക്വേഷൻ ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ആ ഒരു ഹാർമോണിക് വേവിനെ സൈൻ വേവ് ആയിട്ടാണ് പറയുക. അപ്പൊ സൈൻ വേവ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇതിലുണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ്, ആ ഹാർമോണിക് മോഷനിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റിന് കാണാനുണ്ടാവുന്ന ഇക്വേഷൻ ആണ് എ സൈൻ ഡബ്ല്യു എൻ ടി പ്ലസ് ഫൈവ്. ഇതിൽ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. എ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ്, ആ സൈൻ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് എ. ദെൻ സൈൻ ഓഫ് ഡബ്ല്യു എൻ ടി പ്ലസ് ഫൈവ്. ഡബ്ല്യു എന്ന് പറയുന്നത് ആംഗുലാർ ഫ്രീക്വൻസി. ഇവിടെ നാച്ചുറൽ ഫ്രീക്വൻസി എന്നാണ് എഴുതിയിട്ടുള്ളത്, ഫ്രീക്വൻസി തന്നെ. അപ്പൊ ഒമേഗ കൊടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം അത് ആംഗുലാർ ഫ്രീക്വൻസി ആണ്. എഫ് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ആലോചിക്കണം ഇറ്റ് ഈസ് നോർമൽ ഫ്രീക്വൻസി. ഓക്കെ, അപ്പം ഡബ്ല്യു എൻ ഇൻറ്റു ടി. ടി എന്ന് പറയുന്നത് ടൈം, ഏത് ടൈമിൽ അറ്റ് ടി എന്ന് പറയില്ലേ ഒരു ഇപ്പം നമ്മൾ ഒരു വേവ് വരയ്ക്കുകയാണെങ്കിൽ ടി ഈക്വൽ ടു 0, ടി ഈക്വൽ ടു 1, ടി ഈക്വൽ ടു 2. അപ്പൊ ആ ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് ആക്സിസിൽ വേരി ചെയ്തുകൊണ്ടിരിക്കും. ദെൻ ഫൈ എന്ന് പറയുന്നത് ഫേസ് ആംഗിൾ ഓർ ഫേസ് സൈൻ. എത്രയാണ് ആ ഒരു ഹൈറ്റ് തുടങ്ങുന്ന സമയത്ത്, ഇപ്പൊ ഒരു വേവ് ഇങ്ങനെയാണ് വേവ് പോവുക, ഇതുപോലെയാണ് സൈൻ വേവ് പോവുക. അപ്പം ഈ ഒരു ആംഗിളിനെയാണ് നമ്മൾ ഫൈ എന്ന് പറയുക. ഫേസ് ആംഗിൾ ഫൈ എന്ന് പറയുന്നത് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്ന ഈ ഒരു ആംഗിളിനെയാണ്. ഓക്കെ, അതിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാനില്ല. ബേസിക്കലി ഇക്വേഷൻ ഫോർ ഹാർമോണിക് മോഷൻ, അതാണ് നമുക്ക് അറിയേണ്ടത്. എന്താണ് ഹാർമോണിക് മോഷന്റെ ഇക്വേഷൻ എന്നുള്ളത്? അതിന് വേണ്ടിയിട്ട് ഹാർമോണിക് മോഷനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? സൈൻ വേവ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. അതിന്റെ ഇക്വേഷൻ ആണ്, അല്ലെങ്കിൽ ആ ഒരു സൈൻ വേവിന്റെ ഇക്വേഷൻ ആണ് എന്ത്? എക്സ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ഇൻ ടി പ്ലസ് ഫൈവ്. എ എന്ന് പറയുന്നത് ആ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ്. സൈൻ ഓഫ് ഒമേഗ എന്ന് പറയുന്നത് ഫ്രീക്വൻസി. അപ്പൊ ഒമേഗ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒമേഗ എന്നാണ് പറയുന്നതെങ്കിൽ ഇറ്റ് ഈസ് ആംഗുലാർ ഫ്രീക്വൻസി. ഓക്കെ, ദെൻ ടി എന്ന് പറയുന്നത് ഏതാണോ ആ ടൈം, വേരി ചെയ്യുന്ന ടൈം. ഓക്കെ, ദെൻ ഫൈ എന്ന് പറയുന്നത് ഫേസ് ആംഗിൾ, എക്സ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ്. ഇനി ഇപ്പൊ നമുക്ക് എക്സ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡൈനാമിക് മോഷൻ ആണ്. ഡൈനാമിക് മോഷൻ ആകുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് മാത്രമല്ല വെലോസിറ്റി ഉണ്ടാകും, ആക്സിലറേഷൻ ഉണ്ടാകും. എന്താണ് വെലോസിറ്റിയുടെ ഇക്വേഷൻ? ഡി എക്സ് ബൈ ഡി ടി അല്ലേ? വെലോസിറ്റി ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി. എക്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം എ സൈൻ ഒമേഗ ഇൻ ടി പ്ലസ് ഫൈവ്. അപ്പൊ വെലോസിറ്റി എന്ന് പറയുന്നത് ഡി എക്സ് ബൈ ഡി ടി ആണെങ്കിൽ ഈ ഇക്വേഷനെ ഒരു ഓർഡറിൽ എന്ത് ചെയ്യുക? ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് എ സൈൻ ഒമേഗ എൻ ടി പ്ലസ് ഫൈവ്, ഫൈവ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, അതിനെ അങ്ങനെ തന്നെ നിർത്താം. സൈൻ ഒമേഗ എൻ ടിയെ നമുക്ക് എന്താണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് സൈൻ ഒമേഗ എൻ ടി, സൈനിന്റെ ഡിഫറൻസിയേഷൻ എന്താണ്? കോസ് ആണ് അല്ലെ? സൈനിന്റെ ഡെറിവേറ്റീവ് കോസ്. കോസ് ഒമേഗ എൻ ടി പ്ലസ് ഫൈവ്, ദെൻ ടിയുടെ ഇൻറ്റു
dx/dt ആണ്. അതിനകത്ത് ടിക്ക് ഒപ്പം കോൺസ്റ്റന്റ് ഏതാണ്? WN. അപ്പം ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഒമേഗ എൻ ടി എന്ന് പറയുന്നത് കോസ് ഒമേഗ എൻ ടി ഇൻറ്റു ഈ ഒമേഗ എൻ ടിയുടെ വീണ്ടും ഡെറിവേറ്റ് ചെയ്യുമ്പോൾ ഡിറൈവ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാകും? WN കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇൻറ്റു WN. മനസ്സിലായോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഞാനിപ്പോ ചെയ്തത് വെലോസിറ്റി കാണണം. വെലോസിറ്റി കാണാനായിട്ട് dx/dt ആണ് ഇക്വേഷൻ അല്ലെ? ഡിസ്പ്ലേസ്മെന്റിനെ ടൈമിനോട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വെലോസിറ്റി കിട്ടില്ലേ? അപ്പം ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ ആണ് a sin ഒമേഗ എൻ ടി പ്ലസ് 5. അപ്പൊ അതിനെ ഞാൻ ടി വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ കിട്ടും. അപ്പൊ a sin ഒമേഗ എൻ ടിയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് a കോൺസ്റ്റന്റ് ആണ്, ഫൈ കോൺസ്റ്റന്റ് ആണ്. സൈൻ ഒമേഗ എൻ ടി പ്ലസ് 5 എന്ന് പറയുന്നത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് കോസ് ഒമേഗ എൻ ടി പ്ലസ് 5 ആയി. ദെൻ വിത്ത് റെസ്പെക്ട് ടു ടി അല്ലേ, ഇവിടെ ഇതിന്റെ ഉള്ളിൽ ടി ആയിട്ടൊരു ടേം ഉണ്ട്, എന്താണ്? ഒമേഗ എൻ ടി. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? WN കോൺസ്റ്റന്റ് അല്ലേ, ഇൻറ്റു അതിനെ പുറത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെയല്ലേ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? ഇതാണ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. ഓക്കെ, ആ വെലോസിറ്റി dx/dt ഞാൻ എക്സ് ഡാഷ് എന്ന് റെപ്രസെന്റ് ചെയ്യാണ്. സൈൻ ഡിസ്പ്ലേസ്മെന്റിന് എക്സ് എന്ന് പറയാ. വെലോസിറ്റി വരുമ്പം dx/dt അതാണ് എക്സ് ഡാഷ്. എക്സ് ഡാഷിന്റെ ഇക്വേഷൻ എന്ത് വരും? a ഒമേഗ എൻ കോസ് ഒമേഗ എൻ ടി പ്ലസ് 5. വന്നത് മനസ്സിലായോ? ഈ സൈൻ ഒമേഗ എൻ ടി പ്ലസ് 5നെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് ഒമേഗ എൻ ഇൻറ്റു കോസ് ഒമേഗ എൻ ടി പ്ലസ് 5. ഇനി ആക്സിലറേഷൻ കാണാൻ നേരം എന്താണ്? വെലോസിറ്റിയെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക അല്ലെ? dv/dt അഥവാ വെലോസിറ്റി ബൈ ടൈം ആണ് ആക്സിലറേഷൻ. അപ്പം ഡിസ്പ്ലേസ്മെന്റിന്റെ ഡബിൾ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ വെലോസിറ്റിയുടെ സിംഗിൾ ഡെറിവേറ്റീവ് അതാണ് ആക്സിലറേഷൻ. അപ്പൊ ആക്സിലറേഷന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? d²x/dt². അപ്പൊ ഈ വെലോസിറ്റിയുടെ ഇക്വേഷനെ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ആക്സിലറേഷന്റെ ഇക്വേഷൻ കിട്ടും. അപ്പൊ a ഒമേഗ എൻ കോസ് ഒമേഗ എൻ ടി പ്ലസ് 5നെ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നേരം എങ്ങനെ വരും ഇക്വേഷൻ? a ഒമേഗ എൻ ഉണ്ട്, അത് കോൺസ്റ്റന്റ് ആണ് പുറത്ത്. ദെൻ കോസ് ഒമേഗ എൻ ടി പ്ലസ് 5നെ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് a ഒമേഗ എൻ ഉണ്ട് ഇൻറ്റു കോസ് ഒമേഗ എൻ ടി പ്ലസ് 5. കോസിന്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ അല്ലെ? മൈനസ് സൈൻ ഒമേഗ എൻ ടി പ്ലസ് 5. ദെൻ ഇൻറ്റു ഇതിന്റെ ഉള്ളിൽ ഒമേഗ എൻ ഉണ്ട് അല്ലേ, അതിനെ പുറത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ മൈനസ് a ഒമേഗ എൻ സ്ക്വയർ സൈൻ ഒമേഗ എൻ ടി പ്ലസ് 5. അപ്പം വെലോസിറ്റി എക്സ് ഡാഷ് ആണെങ്കിൽ ആക്സിലറേഷനെ എക്സ് ഡബിൾ ഡാഷ് റെപ്രസെന്റ് ചെയ്യാം. എങ്ങനെയാണ് ഈ ഇക്വേഷൻ, 3 ഇക്വേഷൻ വന്നത് ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണോ? അഭിനവ്, യെസ് മിസ്. മനസ്സിലായോ പഠിപ്പിച്ചത്? കുഴപ്പമില്ല, ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ചെയ്ത് പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. ജസ്റ്റ് സൈനിന്റെ ഡെറിവേറ്റീവ് എടുക്കാൻ നേരം കോസായി. സൈനിന്റെ ഡെറിവേറ്റീവ് എന്താ? കോസ്. പിന്നെ വിത്ത് റെസ്പെക്ട് ടു ടി അല്ലേ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. അപ്പം WN ഇൻറ്റു ടി ഉള്ളിലുണ്ട്. അപ്പൊ അതിനൊന്നുകൂടെ ഡിറൈവ് ചെയ്ത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെയല്ലേ ഡെറിവേറ്റീവ് കാണാം. അപ്പം WN ടിനെ ഒന്ന് ഡിറൈവ് ചെയ്താൽ എന്താണ്? WN കോൺസ്റ്റന്റ് അല്ലേ, അത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം പുറത്ത്. WN കോസ് ഒമേഗ എൻ ടി പ്ലസ് 5. വീണ്ടും ആക്സിലറേഷൻ കാണാൻ നേരം ഈ ഇക്വേഷനെ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നേരം a ഒമേഗ എൻ കോൺസ്റ്റന്റ് ആണ്, അങ്ങനെ തന്നെ നിർത്താം. കോസ് ഒമേഗ എൻ ടി പ്ലസ് 5നെ ഡിറൈവ് ചെയ്യുന്ന സമയത്ത് എന്തായി? കോസിന്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈൻ അല്ലേ, മൈനസ് സൈൻ ഒമേഗ എൻ ടി പ്ലസ് 5 ഇൻറ്റു ഇതിന്റെ ഉള്ളില് ഈ WN ടിയെ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ ഒമേഗ എൻ ഇൻറ്റു ടി എന്താണ്? ഒമേഗ എൻ. അതിനെ വീണ്ടും പുറത്ത് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ ഇവിടെ ഒരു WN ഉണ്ട്, ഇതിനെ ഡിറൈവ് ചെയ്ത് വരുമ്പോൾ ഒരു WN കൂടെ വരും. അതാണ് WN സ്ക്വയർ വന്നത്. കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ആണ്, ആ മൈനസ് ആണ് ഇവിടെ പുറത്തുള്ളത്. മൈനസ് ഓഫ് a ഒമേഗ എൻ സ്ക്വയർ സൈൻ ഒമേഗ എൻ ടി പ്ലസ് 5. PDF ഷെയർ ചെയ്ത് തരാം. ഇത് നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇനിയിപ്പോ നമുക്ക് അറിയേണ്ടത്
എപ്പോഴാണ് ഈ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ വെലോസിറ്റി അല്ലെങ്കിൽ ആക്സലറേഷൻ മാക്സിമം വരിക? അപ്പൊ മാക്സിമം നമുക്ക് ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? എക്സ് ഈക്വൽ ടു എ സൈൻ ഡബ്ല്യു എൻ ടി പ്ലസ് ഫൈവ് അല്ലേ? അപ്പൊ എക്സിന്റെ വാല്യൂ മാക്സിമം ആവുന്നത് എപ്പോഴായിരിക്കും? എ സൈൻ ഒമേഗ എൻ ടി പ്ലസ് ഫൈവ് മാക്സിമം ആവുമ്പോൾ. അപ്പൊ എ സൈൻ ഒമേഗ എൻ ടിയില് എ ഒരു ടേം ആണ്, സൈൻ ഓഫ് ഇത്രയും കാര്യങ്ങൾ ഒരു ടേം ആണ്. അപ്പം എക്സ് മാക്സിമം ആവണമെങ്കിൽ എങ്ങനെയായിരിക്കണം? സൈൻ മാക്സിമം ആവുന്നത് എപ്പോഴാണ്? സൈൻ മാക്സിമം ആവുന്നത് രേവതി? സൈൻ 90. സൈൻ 90യുടെ വാല്യൂ എത്രയാ? സൈനിന്റെ വാല്യൂ മാക്സിമം എത്രയാ? സൈൻ 90 എത്രയാ? 90യിലാണ് മാക്സിമം സൈൻ വരിക. അത് എത്രയാ വരിക? 1. ഓക്കെ. അപ്പം എക്സ് മാക്സിമം ആവണമെങ്കിൽ എന്താണ്? സൈൻ മാക്സിമം ആവണം. സൈനിന്റെ മാക്സിമം വാല്യൂ എത്രയാണ്? 1 ആണ്. അപ്പം ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം ആവണമെങ്കിൽ സൈൻ ഓഫ് ഡബ്ല്യു എൻ ടി പ്ലസ് ഫൈവ് ഈക്വൽ ടു 1 ആവണം. അപ്പൊ എക്സിന്റെ വാല്യൂ എത്രയാവും? എ ആവും. ഈ ടേം 1 ആയി അല്ലെ? സൈൻ മാക്സിമം ആവുമ്പം ഈ ഒരു ടേം വാല്യൂ 1 ആകും. അപ്പൊ എക്സ് ഈക്വൽ ടു എ. മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് മാക്സിമം ആംപ്ലിറ്റ്യൂഡിന് ഈക്വൽ ആയി. ഓക്കെ, അതാണ് കണ്ടീഷൻ ഫോർ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. എപ്പോഴാണ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് വരാ? സൈൻ ഓഫ് ഒമേഗ എൻ ടി പ്ലസ് ഫൈവ് ഈക്വൽ ടു 1. അപ്പം ഈ ഒരു ടേം 1 ആയാൽ എക്സ് എന്ന് പറയുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു എ എന്ന് എഴുതാം. എക്സ് മാക്സ് ഈക്വൽ ടു എ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഫോർ മാക്സിമം വാല്യൂ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് സൈൻ ഓഫ് ഒമേഗ എൻ ടി പ്ലസ് ഫൈവ് ഈക്വൽ ടു 1, ദെൻ എക്സ് മാക്സ് എന്ന് പറയുന്നത് എ ആയി. സിമിലർലി വെലോസിറ്റിയുടെ കേസിൽ നമുക്ക് അങ്ങനെ പറയാം. വെലോസിറ്റി എന്ന് പറയുന്നത് എക്സ് ഡാഷ്. എക്സ് ഡാഷിന്റെ ഇക്വേഷൻ എ ഒമേഗ എൻ കോസ് ഒമേഗ എൻ ടി പ്ലസ് ഫൈവ്. അപ്പൊ ഇവിടെ എക്സ് ഡാഷ് മാക്സിമം ആവണമെങ്കിൽ കോസ് ഒമേഗ എൻ ടി പ്ലസ് ഫൈവ് മാക്സിമം ആവണം. കോസ് ഒമേഗ എൻ ടി പ്ലസ് ഫൈവ് മാക്സിമം ആവുന്നത് 0 ഡിഗ്രിയില്. കോസ് 0 ആണ് 1. അപ്പം കോസ് ഒമേഗ എൻ ടി പ്ലസ് ഫൈവ് 1 ആയി. അപ്പൊ മാക്സിമം ആക്സിലറേഷന്റെ മാക്സിമം വെലോസിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് എ ഇൻറ്റു ഒമേഗ എൻ. എക്സ് ഡാഷ് മാക്സ് ഈക്വൽ ടു എ ഇൻറ്റു ഒമേഗ എൻ. അതുപോലെ തന്നെ ആക്സിലറേഷൻ മാക്സിമം ആവണമെങ്കിൽ, അതായത് എക്സ് ഡബിൾ ഡാഷ് മാക്സിമം ആവണമെങ്കിൽ സൈൻ ഓഫ് ഒമേഗ എൻ ടി പ്ലസ് ഫൈവ് 1 ആകണം. അപ്പൊ ഈ ഒരു ടേം 1 ആകുമ്പോൾ എക്സ് ഡബിൾ ഡാഷ് മാക്സ് എന്ന് പറയുന്നത് മൈനസ് എ ഡബ്ല്യു എൻ സ്ക്വയർ എന്ന് വരും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. എക്സ് ഡബിൾ ഡാഷ് മാക്സ് ഈക്വൽ ടു മൈനസ് എ ഡബ്ല്യു എൻ സ്ക്വയർ. ഓക്കെ, ഒന്നുമില്ല, നമ്മൾ ആ ബാക്കി സൈനും കോസിന്റെ ഒക്കെ വാല്യൂ 1 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ബാക്കി ഏതാണ് ആ കോൺസ്റ്റന്റ് അത് എഴുതുക. അപ്പൊ എക്സ് മാക്സിന്റെ ഇക്വേഷൻ എ ആണ്. എക്സ് ഡാഷ് അതായത് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ഈക്വൽ ടു ആംപ്ലിറ്റ്യൂഡ്. ദെൻ മാക്സിമം വെലോസിറ്റി എന്ന് പറയുന്നത് എ ഇൻറ്റു ഒമേഗ എൻ. ദെൻ മാക്സിമം ആക്സിലറേഷൻ എന്ന് പറയുന്നത് മൈനസ് എ ഇൻറ്റു ഒമേഗ എൻ സ്ക്വയർ. അപ്പൊ ഇവിടെ മൈനസ് എ ഉണ്ട്. നമുക്കിതാ ഈ എക്ക് എക്സ് മാക്സ് അഥവാ ഡിസ്പ്ലേസ്മെന്റ്, മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ എക്ക് പകരം എനിക്ക് എക്സ് എന്ന് കൊടുക്കാം. എക്സ് എന്ന് പറയുന്നത് എക്സ് മാക്സിന് പകരം ഞാൻ എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ്. അപ്പം എക്സ് ഡബിൾ ഡാഷ് അഥവാ മാക്സിമം ആക്സിലറേഷൻ എക്സ് ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് മൈനസ് എക്സ് ഇൻറ്റു ഡബ്ല്യു എൻ സ്ക്വയർ എന്ന് എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മനസ്സിലായില്ലേ? എക്ക് എക്സ് എന്ന് പറയാ. അപ്പൊ ആ എക്സിന് എക്ക് പകരം ഞാൻ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പം ആക്സിലറേഷൻ എക്സ് ഡബിൾ ഡാഷ് എന്നുള്ളതിന്റെ ഇക്വേഷൻ എന്താവും? മൈനസ് എക്സ് ഇൻറ്റു ഡബ്ല്യു എൻ സ്ക്വയർ എന്ന് വരും. അപ്പൊ ഇതിൽ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡബ്ല്യു എൻ, അതായത് ഡബ്ല്യു എൻ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഓരോ സിസ്റ്റത്തില് അതിന്റെ ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഡബ്ല്യു എൻ സ്ക്വയർ കോൺസ്റ്റന്റ് ആണെങ്കിൽ മാക്സിമം ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഡിസ്പ്ലേസ്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതാണ് എഴുതിയിട്ടുള്ളത് എക്സ് ഡബിൾ ഡാഷ് ഈസ് പ്രൊപ്പോർഷണൽ ടു എക്സ്. ഇത് കോൺസ്റ്റന്റ് ആണ്. ഡബ്ല്യു എൻ സ്ക്വയർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എനിക്ക് എഴുതാം എക്സ് ഡബിൾ ഡാഷ് ഈസ് പ്രൊപ്പോർഷണൽ ടു എക്സ്. ക്ലിയർ ആയോ? അതായത് ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റിന് പ്രൊപ്പോർഷണൽ ആണ്. ഇത് തന്നെയല്ലേ നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ പറഞ്ഞത്? അതായത് നോക്കുക, വെൻ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഓൺ ദ particle is directly proportional to its displacement.
റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ അല്ലേ? അപ്പം മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ്. അപ്പം ആക്സിലറേഷൻ ആണ് ഇവിടെ എക്സ് ഡബിൾ ഡാഷ് ഈസ് പ്രൊപ്പോർഷണൽ ടു, നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് എന്താണ്? എക്സ് ഡബിൾ ഡാഷ് പ്രൊപ്പോർഷണൽ ടു എക്സ്, അതായത് ആക്സിലറേഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ്. ഇപ്പൊ മനസ്സിലായോ? റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ആക്സിലറേഷൻ ഡിസ്പ്ലേസ്മെന്റിന് പ്രൊപ്പോർഷണൽ ആണെങ്കിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ്. ഇതാണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. റീസ്റ്റോറിംഗ് ഫോഴ്സ് ഓൺ ദ പാർട്ടിക്കിൾ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഡിസ്പ്ലേസ്മെന്റ്. നമുക്ക് ഈ ഒരു ഹാർമോണിക് മോഷന്റെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്, നമ്മൾ മാക്സിമം വെലോസിറ്റി, മാക്സിമം ആക്സിലറേഷൻ ഒക്കെ കണ്ടു. അപ്പൊ ആ ഇക്വേഷനിൽ നമുക്ക് കിട്ടിയതാണ് എന്ത്? എക്സ് ഡബിൾ ഡാഷ് പ്രൊപ്പോർഷണൽ ടു എക്സ്. അതായത് ആക്സിലറേഷൻ ഇൻ ആൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈസ് ഓൾവേസ് പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് എ പെർട്ടിക്കുലർ ഫിക്സഡ് പോയിന്റ്. അഥവാ മീൻ പൊസിഷനിലേക്ക് ഡയറക്റ്റ് ചെയ്തിരിക്കും ആ ആക്സിലറേഷന്റെ ഡയറക്ഷൻ. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങള്? ഓക്കെ, ഇന്നെടുത്ത കാര്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കാം. പ്രത്യേകിച്ച് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഇക്വേഷൻ എന്താണ്, എങ്ങനെയാണ് എക്സ് ഡബിൾ ഡാഷ് പ്രൊപ്പോർഷണൽ ടു എക്സ് എന്ന് വന്നത് നോക്കുക. നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട്, അതായത് ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷനും വെലോസിറ്റിയുടെ ഇക്വേഷനും ആക്സിലറേഷൻ ഇക്വേഷനും യൂസ് ചെയ്ത് ചെറിയ ചെറിയ പ്രോബ്ലങ്ങൾ നിങ്ങൾക്ക് ചോദിക്കും. ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാണാവുന്ന പ്രോബ്ലങ്ങളാണ്. പിന്നെ ഒമേഗയുടെ ഇക്വേഷൻ ഓർത്ത് വെക്കുക. ഒമേഗ എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ടൈം പീരീഡിന്റെ ഇൻവേഴ്സ് ആണ്. അപ്പൊ ഒമേഗ ആംഗുലർ ഫ്രീക്വൻസി ആണെങ്കിൽ ഒമേഗയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2π ഡിവൈഡഡ് ബൈ ടി. അതായത് ആംഗുലർ ഫ്രീക്വൻസി 2π ഡിവൈഡഡ് ബൈ ടി റേഡിയൻസ് പെർ സെക്കൻഡ്. നോർമൽ ഫ്രീക്വൻസി, സാധാ നാച്ചുറൽ ഫ്രീക്വൻസി എഫ് എന്ന് പറയുകയാണെങ്കിൽ 1/t. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കിയിട്ട് നാളെ വായിച്ചു നോക്കുക. നമുക്ക് അടുത്ത അവറും കൂടെ ഉണ്ട്. പഠിച്ചിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ വീണ്ടും പറഞ്ഞുതരാം. ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് ടൈം നോക്കുക. നമുക്ക് അടുത്ത എസ്സേയുടെ അവറിൽ ഇതിന്റെ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ചെറിയ പ്രോബ്ലങ്ങളാണ്, നോക്കാം. വളരെ ചെറിയ പ്രോബ്ലങ്ങളാണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനേ വരുന്നുള്ളൂ. മനസ്സിലായോ? എന്തെങ്കിലുമൊക്കെ മനസ്സിലായോ നിങ്ങൾക്ക്? ഇപ്പൊ 10 മണിക്ക് റീസിറ്റ് എക്സാം ഉണ്ട്. രണ്ടുപേരല്ലേ ഇവിടെ എഴുതാന്ന് പറഞ്ഞത്? മറക്കണ്ട. അറ്റൻഡൻസ് പറയൂ. ഒന്ന് വെയിറ്റ് ചെയ്യേ. അനുശ്രീ, Present, Miss. അഭിനവ്, Present, Miss. ആദിത്യ, Present, Miss. അഖിൽ വേണുഗോപാലൻ, അക്ഷയ് എം വി,